ശാരീരികവും മാനസികവുമായ ദൗർബല്യങ്ങൾ കൊണ്ട് തളരുകയും ഭൗതികവും ആത്മീയവുമായി തകരുകയും ചെയ്യുന്ന അനേകായിരങ്ങളും അനാഥരായി തെരുവിൽ ഒറ്റപ്പെടുന്നവരും ദൈവസന്നിധിയിൽ വിസ്മരിക്കപ്പെടുന്നവരല്ല. നിരാശയിലും ദുഃഖദുരിതങ്ങളിലും അകപ്പെടുന്ന സകല ആത്മാക്കൾക്കുമായി ദൈവം തൻ്റെ പ്രത്യേകമായി തിരഞ്ഞെടുക്കപ്പെട്ട ശുശ്രൂഷകരെ നിയോഗിച്ചിരിക്കുന്നു. തങ്ങൾക്കുമേലുള്ള നിയോഗം തിരിച്ചറിഞ്ഞ് ദൈവകരങ്ങളായി മാറുന്ന അവർ ഓരോരുത്തരിലൂടെയും ദൈവിക കരുണ ലോകത്തിൽ നിറയുന്നു. ദൈവിക കരുണയുടെ ഉദാത്ത ഭാവമായി ഈ ലോകമധ്യത്തിൽ തലയുയർത്തി നിൽക്കുന്ന മഹത്തായ ഒരു ഭവനം, ആർക്കും വേണ്ടാത്തവരും രോഗത്തിൻ്റെയും പ്രായത്തിൻ്റെയും ആധിക്യത്തിൽ തകർന്നവരുമായ അനേകം ആത്മാക്കൾക്ക് അത് ഒരു അഭയകേന്ദ്രമാണ്. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ സ്നേഹത്താൽ പണിതീർത്ത ഒരാലയമാണിത്, സ്നേഹാലയം. നമുക്ക് ചുറ്റുമുള്ള അനേകം കാരുണ്യഭവനങ്ങൾക്കിടയിൽ പ്രവർത്തന രീതി കൊണ്ടും ഇടപെടലുകൾ കൊണ്ടും വ്യത്യസ്തമായ ഒരാലയം. തൃശൂർ ജില്ലയിലെ മുണ്ടത്തിക്കോട് സ്ഥിതി ചെയ്യുന്ന ഈ ഭവനത്തിന് ദൈവം രൂപം നൽകിയത് AR ആന്റണി എന്ന സ്നേഹാലയം ആന്റണിയിലൂടെയാണ്. കാരുണ്യത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കുവാൻ വേണ്ടി നമ്മുടെ പരിശുദ്ധ പിതാവ് ഒരു വർഷം മുഴുവനും കാരുണ്യവർഷമായിട്ട് പ്രഖ്യാപിച്ചു. മനുഷ്യരുടെ വേദനകളിൽ അലിയുന്ന നിസ്സഹായരുടെ അവസ്ഥയിൽ അനുകമ്പ തോന്നുന്ന ഒരു കർത്താവിൻ്റെ ആ ഹൃദയം ഈ ലോകത്തിൽ അവതരിപ്പിക്കണം. നമ്മുടെ കരുണയിലൂടെ മനുഷ്യർ ദൈവത്തെ കാണണം എന്നൊരു വലിയ താല്പര്യമായിരുന്നു പരിശുദ്ധ പിതാവിനുണ്ടായിരുന്നത്. തീർച്ചയായിട്ടും പരിശുദ്ധ പിതാവിൻ്റെ താല്പര്യങ്ങൾക്കനുസൃതമായി ഒത്തിരിയേറെ കരുണ കാണിച്ചുകൊണ്ടിരിക്കുന്ന യേശു ക്രിസ്തുവിൻ്റെ ആ കരുണയ്ക്ക് സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നല്ല പ്രസ്ഥാനവും ഭവനവുമാണ് സ്നേഹാലയം. ശ്രീ ആന്റണി മുണ്ടത്തിക്കോട് നടക്കുന്ന സ്നേഹാലയം 4 നൂറ്റാണ്ട് നീണ്ട തൻ്റെ സേവന ചരിത്രത്തിൽ ആയിരക്കണക്കിന് ആത്മാക്കൾക്ക് തുണയായി മാറിയ സ്നേഹാലയം ആന്റണിയുടെ ജീവിത പശ്ചാത്തലം വിസ്മയനീയമാണ്. യുവത്വം വരെയും കുത്തഴിഞ്ഞ ഒരു ജീവിതം നയിച്ചിരുന്ന അദ്ദേഹത്തിൻ്റെ വഴികളിൽ ഒരു പ്രത്യേക ഘട്ടത്തിലുണ്ടായ ദൈവിക ഇടപെടൽ വലിയൊരു മാനസാന്തരാനുഭവത്തിലേക്ക് അദ്ദേഹത്തെ നയിക്കുകയായിരുന്നു. രോഗത്തിൻ്റെയും സാമ്പത്തിക തകർച്ചയുടെയും വഴികളിലൂടെ നടത്തി ഘട്ടം ഘട്ടമായി ദൈവം അദ്ദേഹത്തിന് പകർന്നു നൽകിയ ബോധ്യങ്ങൾ വിലമതിക്കാനാവാത്തതാണ്. എൻ്റെ വീട് മുണ്ടത്തിക്കോടാണ് വീട്. ഞാനൊരു വൈരക്കല്ല് തൊഴിലാളിയായിരുന്നു. വൈരക്കല്ല് വരെയായിരുന്നു എൻ്റെ പണി. ഞാൻ അങ്ങനെ കല്ലുരയ്ക്കുമ്പോഴും എനിക്ക് എപ്പോഴും ഇങ്ങനെ ഫിക്സ് മാറ്റൊരു അസുഖം വരും. ഞാൻ അവിടെ വീഴും. അവിടെ തന്നെ ആരെങ്കിലുമൊക്കെ എടുത്ത് ഹോസ്പിറ്റലിൽ എത്തിക്കും. ചിലപ്പോൾ പലപ്പോഴും ബസ്സിലൊക്കെ വീഴാറുണ്ട്, റോട്ടിലൊക്കെ വീഴാറുണ്ട്. അങ്ങനെ എന്നെ എടുത്ത് ആരെങ്കിലുമൊക്കെ ഹോസ്പിറ്റലിൽ എത്തിക്കും. അങ്ങനെ ഞാൻ ഹോസ്പിറ്റലിൽ പോയി കിടക്കണ നേരത്ത് അങ്ങനെ ആശുപത്രിയിൽ കിടക്കുമ്പോൾ പലരും എന്നെക്കാളും ബുദ്ധിമുട്ടുള്ള ഒത്തിരി പേര്, ആരും ഇല്ലാത്ത ഒത്തിരി പേര് അവിടെ കിടക്കണ കാണും. അപ്പോൾ ഞാൻ ഈശോയോട് പറയേണ്ടത്, ദൈവമേ എനിക്കിങ്ങനെയായി, ഇവരെ സഹായിക്കാൻ എനിക്ക് സാധിക്കുന്നില്ല എന്നുള്ളൊരു പരാതിയുമായിട്ട് ഞാൻ ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് പോരും. അങ്ങനെ ഒരു ദിവസം ഞാൻ അമല ആശുപത്രിയിൽ പോയി കിടക്കുമ്പോൾ അവർ എന്നോട് പറഞ്ഞു ബോണിൻ്റെ ഉള്ളിൽ നിന്ന് മച്ച ചോർന്ന് പോകുന്ന രോഗമാണെന്ന് പറഞ്ഞു. അങ്ങനെ എനിക്ക് ജീവിക്കാൻ മാർഗമില്ലാത്തൊരവസ്ഥ വന്നു. അപ്പോൾ ഞാൻ ആത്മഹത്യ ചെയ്യാനായിട്ട് ചിന്തിച്ചു. ആത്മഹത്യയായിട്ട് ചിന്തിച്ചിട്ട് നോക്കിയപ്പോൾ ഞാൻ അമല ഇവിടെ ആർക്കോണം എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് ആത്മഹത്യ ചെയ്യാൻ പോവുകയാണ്. അങ്ങനെ ആ പോണതിന് മുമ്പ് ഞാൻ പ്രാർത്ഥിക്കുകയാണ്, എൻ്റെ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ആത്മാവിന് വേണ്ടി പ്രാർത്ഥിച്ചത് ഇങ്ങനെയാണ്: ദൈവമേ, ജീവിതകാലത്ത് എനിക്ക് ബുദ്ധിമുട്ടേണ്ടായിരുന്നുള്ളൂ, ഇനിയെങ്കിലും എൻ്റെ ആത്മാവിനെങ്കിലും എനിക്ക് ശാന്തി കിട്ടണേ എന്ന് പ്രാർത്ഥിച്ചു. കരഞ്ഞ് പ്രാർത്ഥിച്ചു. ആത്മാവിനെയും ശാന്തി കിട്ടണമെന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചു. അങ്ങനെ കരഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ അവിടുന്ന് താഴത്തേക്ക് ഇറങ്ങുമ്പോൾ എനിക്കൊരു ലോട്ടറി ടിക്കറ്റ് കിട്ടി. ആ ലോട്ടറി ടിക്കറ്റ് എൻ്റെ ജീവിതത്തിനൊരു വഴിത്തിരിവായെന്നാണ് എനിക്ക് തോന്നുന്നത്. ആ ലോട്ടറി ടിക്കറ്റ് കിട്ടിയപ്പോൾ ഞാൻ അതും കൊണ്ട്, നാളെയാണ് നറുക്കെടുപ്പ്, അതും കൊണ്ട് വീട്ടിലേക്ക് വന്നപ്പോൾ ഞാൻ ഭാര്യയോട് പങ്കുവച്ചു, ഇങ്ങനെയാണ് ഡോക്ടർമാർ പറഞ്ഞത്. അപ്പോൾ ഭാര്യ പറഞ്ഞു,
നമുക്ക് ഒരുമിച്ച് ആത്മഹത്യ ചെയ്യാം. അതുകൊണ്ട് ഇപ്പോൾ നമുക്ക് ഒറ്റയ്ക്ക് ആത്മഹത്യ ചെയ്യേണ്ട, നമുക്ക് ഒരുമിച്ച് ആത്മഹത്യ ചെയ്യാം. അങ്ങനെ വരികയാണെങ്കിൽ നമുക്ക് ആത്മഹത്യ ചെയ്യാം. അങ്ങനെ ഞങ്ങൾ വീണ്ടും ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുമ്പോഴാണ് തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ ഞാൻ വീണ്ടും ഒരു സുപ്രഭാതത്തിൽ ആശുപത്രിയിൽ അഡ്മിറ്റായി. അങ്ങനെ കിടക്കുമ്പോഴാണ് ഞാൻ അവിടെ അനാഥനായി കിടക്കുന്ന ആൾക്കാരെ കാണുന്നത്. അങ്ങനെ അവരെ ശുശ്രൂഷിക്കാനായിട്ട് തുടങ്ങി. അവിടെ നമ്മൾ ബാത്റൂമുകൾ വൃത്തിയാക്കുകയാണ് നമ്മുടെ മെയിൻ റോള്. ബാത്റൂമുകൾ വൃത്തിയാക്കുക, അതുമാതിരി ആരുമില്ലാത്ത പെണ്ണുങ്ങളെ പ്രസവം നോക്കുക, അവരുടെ പ്രസവാനന്തര കാര്യങ്ങൾ നോക്കുക, അങ്ങനെയൊക്കെയായിരുന്നു. വ്രണങ്ങളുള്ള ആൾക്കാരെ കഴുകുക, വൃത്തിയാക്കുക, അങ്ങനെയുള്ളൊരു പണിയായിരുന്നു ഞാൻ ആദ്യം തുടങ്ങിയത്. അങ്ങനെ അത് 5 വർഷം തുടങ്ങിയപ്പോൾ എനിക്ക് ഒരുപാട് ധൈര്യം, എൻ്റെ ദൈവം അറിയാതെ എനിക്കൊന്നും സംഭവിക്കില്ല എന്നുള്ളൊരു ബോധ്യം എൻ്റെ മനസ്സിലേക്ക് തന്നെ കടന്നു വന്നു തുടങ്ങി. അനാഥരും രോഗികളുമായ അനേകർക്കിടയിൽ വർഷങ്ങളോളം തുടർന്ന ശുശ്രൂഷ അദ്ദേഹത്തെ നയിച്ചത് മറ്റൊരു ലക്ഷ്യത്തിലേക്കാണ്. ഭവനരഹിതരും നിരാശ്രയരുമായ ചിലരെ സ്വഭവനത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന് ആരംഭം കുറിച്ച എളിയ സ്നേഹഭവനത്തിലെ അന്തേവാസികളുടെ എണ്ണം ചുരുങ്ങിയ വർഷങ്ങൾ കൊണ്ട് 100 കണക്കിനായി മാറി. 500-ലേറെ അന്തേവാസികൾ വരെ ഈ ഭവനത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഓരോ ഘട്ടത്തിലും അനേകം സുമനസ്സുകളുടെ പിന്തുണ ഈ ഭവനത്തെ വളർത്തിക്കൊണ്ടിരുന്നു. ഈ മെഡിക്കൽ കോളേജിൽ ഈ ആരുമില്ലാത്തവരെ നോക്കിക്കൊണ്ടിരുന്നപ്പോൾ എനിക്ക് പല പല ധൈര്യങ്ങൾ വന്നു. അങ്ങനെ ഞാൻ വീട്ടിലേക്ക് ഒരാളെ കൊണ്ടുവന്നു. അങ്ങനെ ഒരാളെ കൊണ്ടുവന്ന് തുടങ്ങി. അത് 525ഓളം പേരെ ഞാൻ അവരെ സംരക്ഷിച്ചു പോന്നു. അങ്ങനെ ഇവിടെ 175 പേരായപ്പോൾ ഇവിടെ മുണ്ടത്തിക്കൂട് തന്നെയുള്ള ഒരു മഠത്തിലെ സിസ്റ്റേഴ്സ് 4 ഏക്കറോളം സ്ഥലം ഞങ്ങൾക്ക് സംഭാവനയായിട്ട് തന്നു. ഉപവിസന്യാസിനി സമൂഹമാണ് ഞങ്ങൾക്ക് സ്ഥലം. ഈ സ്ഥലം ഉപവിസന്യാസി സമൂഹത്തിൻ്റെയാണ് സ്ഥലം. അവർ നമുക്ക് സംഭാവനയായിട്ട് തന്നു. ആ സംഭാവനയായിട്ട് തന്നപ്പോൾ അതിൽ നമ്മളിപ്പോൾ 525ഓളം പേരെ നമുക്ക് സംരക്ഷിക്കാൻ കഴിഞ്ഞു. ഇപ്പോൾ നമുക്ക് നോക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്, അവരെ സംരക്ഷിക്കാൻ എനിക്ക് പറ്റുന്നില്ല. എന്നാലും 350ഓളം പേരെ നമ്മളിവിടെ ഇപ്പോൾ നമ്മൾ 350ഓളം പേരെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എൻ്റെ പേര് ജോണി. എൻ്റെ വീട് ഇവിടെ വളരെ അടുത്താണ്. ഈ സ്ഥാപനം തുടങ്ങിയ കാലം മുതൽ ഇവിടുത്തെ വയറിംഗ് ജോലികളൊക്കെ ചെയ്തു കൊടുക്കുന്നത് ഞാനാണ്. അപ്പോൾ അതൊരു സേവന മനസ്ഥിതിയോടുകൂടി ഏത് പാതിരാത്രി വിളിച്ചാലും നമ്മൾ വന്നിട്ട് അത് ചെയ്തു കൊടുക്കും. കാരണം സ്നേഹാലയ ആൻ്റണി ചെയ്യുന്ന കൃത്യങ്ങൾ വളരെ മഹനീയമാണ്, അത് വളരെ മാതൃകാപരമാണ്. ഇവിടുത്തെ അന്തേവാസികളൊക്കെ വളരെ സ്നേഹത്തോടു കൂടി പരിചരിക്കുന്നു. അവരുടെ ഭക്ഷണത്തിൻ്റെ കാര്യത്തിലായാലും അതുപോലെ വൃത്തിയുടെ കാര്യത്തിലായാലും. നമ്മുടെ വീടുകളിലൊക്കെ നമ്മൾ പലവിധ ഭക്ഷണം വാങ്ങി കഴിക്കുകയും പുറത്തൊക്കെ പോയി നമുക്കിഷ്ടമുള്ള ഭക്ഷണം കഴിക്കുകയും ചെയ്യാൻ സാഹചര്യമുണ്ടല്ലോ. ഇവിടെയുള്ള ആൾക്കാർക്ക് അതില്ല. അത് അറിഞ്ഞുകൊണ്ട് തന്നെ അദ്ദേഹം വ്യത്യസ്തങ്ങളായിട്ടുള്ള ഭക്ഷണങ്ങൾ സമൃദ്ധിയായിട്ട് വാങ്ങിക്കൊടുക്കുകയും വളരെ നല്ല പരിചരണമാണ് ഇവിടുത്തെ അന്തേവാസികൾക്കുള്ളത്. അതുപോലെ തന്നെ മറ്റാർക്കും ഒരു പരാതിയില്ലാത്ത വിധത്തിൽ ഇവിടെ കേരളത്തിൽ തന്നെ ഒരുപാട് സ്ഥാപനങ്ങളിൽ സംബന്ധിച്ച പരാതികൾ നമ്മൾ കേട്ടിട്ടുണ്ട്. അത്തരം യാതൊരുവിധ പരാതികളും ഇവിടെ ഈ സ്ഥാപനത്തിനെ കുറിച്ചില്ല. വളരെ മനോഹരമായിട്ടാണ് ഇവിടുത്തെ ജനങ്ങളെ സംരക്ഷിക്കുന്നത്. ഇവിടുത്തെ അന്തേവാസികളൊക്കെ വളരെ സംതൃപ്തരാണ്. നേരിട്ട് പോയി ആർക്ക് വേണമെങ്കിൽ അവരോട് സംസാരിക്കാനും അവർക്ക് പറയാനുള്ളത് നമുക്ക് കേൾക്കാനുമുള്ള അവസരം വരെ ഇവിടെ നൽകുന്നുണ്ട്. സ്വന്തം മക്കൾ പോലും മാതാപിതാക്കളെ നോക്കാനായിട്ട് മനസ്സ് കാണിക്കാത്ത ഈ സമൂഹത്തിൽ ഇതുപോലൊരു സ്ഥാപനത്തിൽ ഇത്രയും അധികം ആളുകളെ സ്വന്തമായി കരുതികൊണ്ട് സ്നേഹിക്കുക തീർച്ചയായും വളരെ ഉപകാരപ്പെടുന്ന ഒരു വസ്തുതയാണ്. പ്രായമായിട്ടുള്ള ആരും നോക്കാനില്ലാത്ത ആളുകളെ, പ്രത്യേകിച്ചും പുരുഷന്മാരെയൊക്കെ ഒരു സ്ഥാപനം, ഇങ്ങനത്തെ സ്ഥാപനം കണ്ടെത്തുവാനായിട്ട് 2 വർഷം മുമ്പ് തന്നെ ഞാൻ വേറൊരു ഇടവിലായിരുന്നപ്പോൾ ഒരാളെ ഇതേപോലത്തെ ഒരു അതിലാലയത്തിലാക്കുവാനായിട്ട് വളരെയധികം സ്ഥലങ്ങൾ അന്വേഷിച്ചെങ്കിലും അവസാനം സ്നേഹാലയത്തിൽ ചേട്ടൻ്റെ അടുക്കൽ വന്നപ്പോഴാണ് അങ്ങനെ സ്ഥലം കിട്ടിയത് തന്നെ. സ്നേഹാലയം ആൻ്റണിയാണ് സ്നേഹത്തിൻ്റെ നെടുംതൂണ്. അദ്ദേഹത്തെ സഹായിക്കുവാൻ ഇവിടെ ഏറെ പേർ ഉണ്ടെങ്കിലും നിർണായക ഘട്ടങ്ങളിൽ ആ കരങ്ങൾ തന്നെ എല്ലായിടത്തും ഓടിയെത്തണം എന്നത് സ്നേഹാലയത്തെ സംബന്ധിച്ചുള്ള ദൈവഹിതം തന്നെയാണ്. ആൻ്റണിയുടെ ഭാര്യ ഓമനയ്ക്കും സ്നേഹാലയത്തിൻ്റെ നടത്തിപ്പിൽ നിർണായക സ്ഥാനമുണ്ട്. 150ഓളം വരുന്ന സ്ത്രീകളായ അന്തേവാസികളുടെ എല്ലാ കാര്യങ്ങളിലും അവരുടെ പൂർണ്ണമായ ശ്രദ്ധയുണ്ട്. ഈ ദമ്പതികളുടെ 2 പെൺമക്കൾ വിവാഹിതരാണ്. ഈ കുടുംബത്തിൻ്റെ അതിശയകരമായ സമർപ്പണമാണ് സ്നേഹാലയം എന്ന മഹത്തായ പ്രസ്ഥാനത്തിൻ്റെ അടിത്തറ. ഈ കള്ള് ഷാപ്പിലും അതുമാതിരി ബ്രാൻഡ് ഷാപ്പിലൊക്കെ ഞാൻ പോകാറുണ്ട്. ഞാൻ മദ്യം കഴിക്കുന്ന ആളുമല്ല, എനിക്ക് മദ്യം ഇഷ്ടമില്ല. മദ്യം കഴിക്കുന്നത് അവർ കുറേ കുടുംബ പ്രശ്നങ്ങളെക്കുറിച്ച് പറയാറുണ്ട്. ഇന്ന പ്രശ്നം കൊണ്ടാണ് ഞാൻ ഇങ്ങനെ കഴിച്ച് ഉന്മത്തനാവണത് എന്നുള്ളത്. അത് ആ പ്രശ്നങ്ങൾ തീർക്കാൻ എങ്ങനെയൊക്കെയാണ് നമുക്ക് കഴിയുക എന്നുള്ളത് ഞാൻ 3 ക്ലാസ് പഠിച്ചിട്ടുള്ളെങ്കിലും എന്നെക്കൊണ്ട് പറ്റാവുന്നൊരു കൗൺസിലിങ്, അവരുടെ കുടുംബ പശ്ചാത്തലം, എന്തുകൊണ്ടാണ് ഭാര്യ എങ്ങനെ അകന്നു പോകുന്നത്, ഭർത്താവ് എങ്ങനെ അകന്നു പോകുന്നത്, അതിൻ്റെ പശ്ചാത്തലത്തെക്കുറിച്ച് പഠിച്ച്
അവരുടെ എന്താണ് അവരുടെ ഇങ്ങനെ വരാനുള്ള കാരണത്തെക്കുറിച്ച് പഠിച്ച് പല കുടുംബങ്ങളിലും പോയിട്ട് ഞാൻ പല ആൾക്കാരോടും ഇങ്ങനെ സംസാരിച്ചിട്ട് പല ആൾക്കാരും മദ്യത്തിൽ നിന്ന് മോചനമായിട്ടുണ്ടെന്ന് എൻ്റെ ഇന്ന് വരെയുള്ള അറിവിൽ കിട്ടിയിട്ടുണ്ട്. കാരണം പല കുടുംബങ്ങളിലും ചെന്ന് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ, അവരുടെ ഭാര്യയുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ, ഭർത്താവിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ, അവർ തമ്മിലുള്ള വഴക്ക് തീർക്കാനായിട്ട് പല കുടുംബങ്ങളിലും ഇപ്പോഴും ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നതാണ്. മരിച്ചു കഴിഞ്ഞാൽ ചെറിയ കുട്ടികളൊക്കെ മരിച്ചു കഴിഞ്ഞാൽ അമ്മമാർക്കും അപ്പന്മാർക്കും ഉറങ്ങാൻ സാധിക്കില്ല. അവരുടെ മനസ്സിലൊരു ചിത്രം ഉണ്ടാവും, ഈ കുട്ടിയുടെ ചിത്രം ഉണ്ടാവും. ആ കുട്ടിയുടെ ചിത്രം ഉണ്ടാകുമ്പോൾ അവർക്ക് ഉറങ്ങാൻ സാധിക്കുന്നില്ല എന്ന് എനിക്ക് മനസ്സിലായിക്കൊണ്ട് പല വീടുകളിലും രാത്രി ഞാൻ പോയിട്ട് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ട്, അതായത് അവരെ ഉറക്കി കൊടുക്കുന്ന ഒരു പരിപാടിയുണ്ട്. ഉറക്കി കൊടുക്കുക എങ്ങനെയാണ്, അവരിൽ ഇപ്പോൾ പോകുന്ന ചിത്രം ഞാൻ ഏറ്റെടുത്ത് ഞാൻ ക്രിസ്തുവിൻ്റെ ഒരു രൂപത്തെ കൊടുക്കുകയാണ് അവരുടെ ചിന്തയിൽ. ആ ചിന്തയിലേക്ക് അത് കൊടുക്കുമ്പോൾ നമുക്ക് വന്നുപോയ കാര്യത്തെക്കുറിച്ച് ചിന്തിച്ചിട്ട് കാര്യമില്ല. ഈ മക്കളോ അല്ലെങ്കിൽ മകളോ മരിച്ചു പോയാൽ അവർ ആത്മാവിന് വേണ്ടി നമ്മൾ ദുഃഖം കൂടാതെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അവരുടെ ആത്മാവ് നമുക്ക് ശാന്തി തരുമെന്നുള്ള ബോധ്യം അവർക്ക് കൊടുക്കുക. അങ്ങനെ ഒരു കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. സ്നേഹാലയത്തിൻ്റെ പ്രവർത്തനങ്ങൾക്കപ്പുറമാണ് ആന്റണി ഏറ്റെടുക്കുന്ന ഉത്തരവാദിത്തങ്ങൾ. ജീവിതത്തിലെ ഓരോ നിമിഷവും പ്രയോജനകരമായി ചെലവഴിക്കണമെന്ന നിർബന്ധ ബുദ്ധിയുള്ള ആന്റണി തൻ്റെ സഹായം ആവശ്യപ്പെടുന്നത് ഏതു ദേശത്തായാലും ഓടിയെത്തുവാൻ മടി കാണിക്കാറില്ല. അദ്ദേഹത്തിൻ്റെ അനവധിയായ സേവന മേഖലകൾ വളരെ വ്യത്യസ്തവും പലപ്പോഴും അദ്ദേഹത്തിന് മാത്രം ഇടപെടുവാൻ കഴിയുന്നതുമാണ്. അതെ, അടുത്തറിയുമ്പോൾ വിസ്മയനീയമാണ് ഈ ജീവിതം. മദ്യപാനികൾക്കിടയിൽ, മാനസികമായും ശാരീരികമായും തകർക്കപ്പെടുന്നവർക്കിടയിൽ ഇദ്ദേഹം ഓടിയെത്തുന്നു. പിന്നെ HIV ബാധിതരെ സഹായിക്കുന്ന ഒരു പ്രവണത ഞാൻ തുടങ്ങിയിട്ടുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എൻ്റെ കല്ലൊരു സമയത്ത് ബോംബെയിൽ പോയപ്പോൾ അവിടെ ഒരു ഗ്രാൻഡ് റോഡ് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, വേശ്യാവൃത്തി ചെയ്യുന്ന ഒരു കേന്ദ്രം തന്നെയാണ്. ആ സ്ഥലത്തിലേക്ക് ഞാൻ ഒരു ദിവസം വെള്ളിയാഴ്ച വളരെ മോശമായി മദ്യപിച്ച് അവിടേക്ക് ശാരീരികമായി ബന്ധപ്പെടാനായിട്ട് പോയി. അവിടെ ചെന്നിട്ട് നോക്കിയപ്പോൾ എനിക്കത് ചെന്ന വശം തന്നെ എന്നെ ഭയപ്പെടുത്തുന്ന പല ചിന്തകളും എന്നെ ഓർമ്മപ്പെടുത്തി. അത് ദൈവമാണ് ഓർമ്മപ്പെടുത്തിയത്. അന്നത്തെ കാഴ്ചപ്പാട് എനിക്ക് ചിന്തയില്ലായിരുന്നില്ല. ഇന്നത്തെ കാഴ്ചപ്പാടിൽ എനിക്ക് നല്ല വ്യക്തമായ തീരുമാനം ഉറപ്പുണ്ട്, എന്നെ ദൈവമാണ് ഇതിൽ നിന്ന് എന്നെ മോചിപ്പിച്ചതെന്ന്. കാരണം എൻ്റെ കൂടെ പോയ 3 പേര് വളരെ HIV പിടിച്ച് ബാധിതരായിട്ട് മരിച്ചതായിട്ട് എൻ്റെ അറിവിലുണ്ട്. അങ്ങനെ ഞങ്ങൾ അന്നൊരു 8 പേരായിട്ടാണ് പോയത്. അങ്ങനെ 3 പേര് മരിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിച്ചു, ദൈവമേ, ഞാൻ അന്ന് അങ്ങനെ ഒരു അവിഹിതമായ ബന്ധത്തിന് ഏർപ്പെടുകയാണെങ്കിൽ ഇന്ന് ഞാൻ ആരായിത്തീരുന്നു, എൻ്റെ മക്കൾക്ക് എങ്ങനെയെങ്കിൽ എന്തൊക്കെ രോഗങ്ങളുണ്ടാവും നമ്മൾ ചിന്തിക്കുമായിരുന്നു. പക്ഷേ ദൈവം അത് വരുത്താത്തത് കൊണ്ട്, അന്ന് എനിക്ക് ആ ബുദ്ധി ദൈവം തന്നതുകൊണ്ട് ഞാൻ ഇന്ന് HIV ബാധിതരായി കഷ്ടപ്പെടുന്ന എല്ലാവരെയും ഒരു പട്ടാമ്പിയുടെ അടുത്ത് ഒരു 25 കിലോമീറ്റർ ദൂരെ ഒരു പട്ടാമ്പി എന്ന് പറഞ്ഞ സ്ഥലത്ത് 11 ദിവസം പ്രസവിച്ചിട്ട് അവയവങ്ങളൊക്കെ ചീഞ്ഞു പോയ സ്ത്രീയെ എന്നെ വിളിച്ച് പറഞ്ഞു, ആന്റണി, ഇങ്ങനെ ഒരു പെണ്ണുണ്ട്, ഒന്ന് വന്ന് കാണണമെന്ന് പറഞ്ഞു. ഞാനിവിടുന്ന് 2 പെണ്ണും സഹോദരിമാരായിട്ട് പോയി. 4.5 മണിക്കൂറാണ് ഞങ്ങൾ അതിൻ്റെ ഉള്ളിൽ പുഴുക്കളൊക്കെ പറക്കി കളഞ്ഞത്. പുഴുക്കി കളഞ്ഞിട്ട് ഞങ്ങൾ പ്രാർത്ഥിച്ചു. ഇങ്ങനെയാണ് പ്രാർത്ഥിച്ചത്: നിത്യനും പരിശുദ്ധനുമായ ദൈവമേ, നിങ്ങൾ വെച്ച് കെട്ടുന്നു, ഈശോയെ അവിടുന്ന് സുഖപ്പെടുത്തണമെന്ന്. പിറ്റേന്ന് ചെന്നപ്പോൾ ദൈവം അത് സുഖപ്പെടുത്തിയതായിട്ടാണ് ഞങ്ങളുടെ കണ്ണുകൾ കണ്ടത്. ഇത് വിശ്വസിക്കാൻ പറ്റിയൊരു കാര്യമാണ്. തൻ്റെ പൂർവ്വജീവിതകാലത്ത് തകർന്നു പോയേക്കാവുന്ന ഓരോ അനുഭവങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ടാണ് അദ്ദേഹം വിവിധ ശുശ്രൂഷാ മേഖലകളിൽ സജീവമായി നിലനിൽക്കുന്നത്. കുത്തഴിഞ്ഞ ജീവിതകാലത്ത് എല്ലാ സാധ്യതകളും ഉണ്ടായിരുന്നിട്ടും തെറ്റായ ബന്ധങ്ങളിൽ അകപ്പെടുവാൻ ദൈവം അനുവദിക്കാതിരുന്നതിനാൽ എയ്ഡ്സ് ബാധിതരായ അനേകർക്ക് സാന്ത്വനവുമായി അദ്ദേഹം കടന്നു ചെല്ലുന്നു. പതിറ്റാണ്ടുകൾക്ക് മുമ്പേ ആത്മഹത്യയ്ക്ക് ഒരുങ്ങിയിട്ടും അതിന് ദൈവം ഇട നൽകാതിരുന്നതിനാൽ എല്ലാവരും അടുക്കാൻ മടിക്കുന്ന മൃതദേഹങ്ങൾ പോലും യഥാവിധി സംസ്കരിക്കുവാൻ അദ്ദേഹം ഓടിയെത്തുന്നു. 4 ജില്ലയിലെ ശവങ്ങൾ നമ്മളെടുത്ത് മറവ് ചെയ്തിട്ടുണ്ട്. അത് മറവ് ചെയ്യാൻ കാരണം എന്നോട് ഡോക്ടർമാർ പറഞ്ഞത്, എനിക്ക് ബോണിൻ്റെ ഉള്ളിൽ നിന്ന് മജ ചോർന്ന് പോകുന്ന രോഗം പറഞ്ഞതുകൊണ്ട്, ഞാൻ ആത്മഹത്യ ചെയ്യാൻ പോയതുകൊണ്ട്, ഈ ആത്മഹത്യ ചെയ്യുന്ന എല്ലാവരെയും എത്ര ചീച്ചുള്ളതായാലും കിണറ്റിലും പുഴയിലുമുള്ള ശവങ്ങൾ നമ്മൾ ഒറ്റയ്ക്ക് ഇറങ്ങി പോയിട്ട് എടുത്തു കൊടുന്ന്, തെങ്ങിൻ്റെ മുകളിലേക്കാണെങ്കിൽ പോയിട്ട് എടുത്തു കൊടുന്ന്, അതെടുത്തു കൊടുന്ന് ആ പുഴുക്കളൊക്കെ കളഞ്ഞ് പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് മറവ് ചെയ്യുന്നൊരു പരിപാടിയിലും ഒത്തിരി പേരെ മറവ് ചെയ്യാനായിട്ട് ഞാൻ പറയുന്നു, ലോകത്തിലെ ഏറ്റവും കൂടുതൽ ശവങ്ങൾ എടുത്തുള്ള ആൾ ഞാനായിരിക്കും എന്നാണ് എനിക്ക് തോന്നണത്. ഒറ്റയ്ക്ക് തന്നെയാണ് ശവങ്ങൾ എടുത്തുള്ളത് എനിക്ക് തോന്നണത്. അതിന് കൂടുതലുണ്ടോ എന്ന് എനിക്കറിയില്ല. ദൈവത്തിൻ്റെ പ്രത്യേകമായിട്ടൊരു കരുണ കൃപയില്ലെങ്കിൽ
ഇപ്രകാരം പരിത്യക്തരായ ആർക്കും വേണ്ടാത്ത മനുഷ്യരെ എടുത്ത് അവർക്ക് ശുശ്രൂഷിക്കുക എന്ന് പറയുന്നത് ചിന്തിക്കാൻ സാധിക്കാത്തൊരു കാര്യമാണ്. യാതൊരു അറപ്പോ വെറുപ്പോ മടിയോ കൂടാതെ ആർക്കും വേണ്ടാത്ത ആളുകളെ, ചിലപ്പോൾ ശവശരീരങ്ങളായിരിക്കാം, അവരെ കണ്ടുപിടിച്ച് കൊണ്ടുവന്ന് പരിചരിക്കുക എന്ന് പറയുന്നത് വളരെ വിശുദ്ധമായ ഒരു കാര്യമാണ്. മദർ തെരേസയെപ്പോലെ കരുണാർദ്രമായൊരു ഹൃദയമുള്ളവർക്ക് ഇതെല്ലാം ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അദ്ദേഹത്തെ സഹായിക്കുന്ന മനുഷ്യർ വളരെ സ്നേഹത്തോടെ അത് ചെയ്യുന്നു. അങ്ങനെ പരസഹായത്തോടു കൂടി എല്ലാം വളരെ ഭംഗിയായിട്ട് നടക്കട്ടെ എന്ന് ഞാൻ ഹൃദയപൂർവ്വം ആശംസിക്കുകയാണ്. 15 വർഷത്തോളമായി അപകടങ്ങളിൽപ്പെടുന്നവർക്ക് സഹായഹസ്തവുമായി പാഞ്ഞെത്തുവാൻ ആന്റണി ഉത്സുകനാണ്. കയ്യിലുള്ള അത്ര പണം കണക്ക് സൂക്ഷിക്കാതെ അവർക്കു വേണ്ടി ചെലവഴിക്കുവാനോ എത്രമാത്രം ബുദ്ധിമുട്ടുകൾ അവർക്കു വേണ്ടി സഹിക്കുവാനോ മടി കാണിക്കാത്ത ഈ സന്മനസ് വിസ്മയനീയമാണ്. കേരളത്തെ നടുക്കിയ അനവധി ദുരന്തമുഖങ്ങളിൽ തന്നാലാവുന്ന സഹായങ്ങളുമായി ഓടിയെത്തുവാൻ ആന്റണിക്ക് ഇന്നോളം കഴിഞ്ഞിട്ടുണ്ട്. ലോകത്തിന് ഇന്ന് അന്യമായിക്കൊണ്ടിരിക്കുന്ന കരുണയുടെ ഒരു വലിയ പ്രേക്ഷിത സന്ദേശമാണ് ഈ മനുഷ്യൻ തൻ്റെ ജീവിതത്തിലൂടെ ലോകത്തോട് പ്രഘോഷിക്കുന്നത്. റോഡപകടത്തിൽ വീട്ട ആൾക്കാരെ കൃത്യമായിട്ട് സഹായിക്കുന്ന ഒരു പരിപാടി. നമ്മൾക്ക് ആംബുലൻസും സൗകര്യങ്ങളൊക്കെ 10-14 വർഷമായിട്ട് നമ്മൾ ആംബുലൻസ് സർവീസും ഫ്രീ ആയിട്ട് ഒരു പൈസ പോലും ആരുടെ കയ്യിൽ നിന്ന് വാങ്ങാതെ മരിച്ച ശവങ്ങൾ മറവിയിലും ഇതുമാതിരി തന്നെ റോഡപകടത്തിൽപ്പെട്ട ആൾക്കാരെ കൃത്യമായിട്ട് സഹായിക്കുന്നത്. നമ്മൾ ആരുടെ കയ്യിൽ നിന്നും പൈസ മേടിക്കില്ല, കൃത്യമായിട്ട് അവരെ ഹോസ്പിറ്റലിൽ കൊണ്ടു ചെല്ലുക, അവർക്ക് ആ പ്രാഥമികമായ ആവശ്യം ചെയ്തു കൊടുക്കുക. അവർ ബന്ധുക്കൾ വന്നു കഴിഞ്ഞാൽ പിന്നെ എന്നെ ആരും അറിയില്ല, ഇങ്ങനെ ഒരാൾ വന്നു എന്നും അറിയില്ല പോയെന്നും അറിയില്ല, ഞാൻ എൻ്റെ അടുത്ത് അവരവരടുത്ത്. അങ്ങനെയുള്ളൊരു കാഴ്ചപ്പാടാണ് മൂന്നാമത്തെ കാഴ്ചപ്പാട്. അങ്ങനെ നമ്മൾക്കൊണ്ട് പറ്റാവുന്ന 24 മണിക്കൂറും നമുക്ക് പറ്റാവുന്ന സർവീസ്. ഞാൻ പറയാറുണ്ട്, സർവൻ്റ് ഓഫ് ക്രൈസ്റ്റ് എന്നുള്ളത് യേശുവിൻ്റെ വേലക്കാരൻ. അത് വേലക്കാരനായിത്തീരണം എന്നുള്ളൊരു ആഗ്രഹം എനിക്ക് മനസ്സിലുണ്ട്. വലിയ ഇത് പറയുന്നതല്ല, എനിക്ക് അങ്ങനെ ഒരു ചിന്തയുണ്ട്. 24 മണിക്കൂർ ആ ചിന്ത ഞാൻ ഇന്നും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. 24 മണിക്കൂറിലും ആര് വിളിച്ചാലും ഇനി അപകടം എവിടെ ഉണ്ടായാലും, കൊല്ലം വെടിക്കെട്ട് അപകടമോ മാറാട് അപകടമോ എല്ലാ സ്ഥലത്തും, കടലുണ്ടി ട്രെയിൻ അപകടം, എല്ലാ സ്ഥലത്തും ഞാൻ എത്തിയിട്ടുണ്ട്. വലിയ വലിയ അപകടങ്ങളിൽ ഞാൻ പറയാറുണ്ടല്ലോ, ചോര അതുമാതിരി ശവങ്ങൾ കൊടുക്കാൻ തൃശ്ശൂർ ജില്ലയിൽ ഏറ്റവും കൂടുതൽ മുൻപന്തിയിൽ നിൽക്കുന്ന ആൾ ഞാനാണ്. ചോര കണ്ടാലൊന്നും ഞാൻ തളരില്ല. അതുമാതിരി ശവം കണ്ടാലും അതൊക്കെ എടുക്കാനും അതിനൊക്കെയുള്ള കഴിവ് ദൈവം തന്നിട്ടുണ്ട്. കാരണം ആ രോഗം മൂലമാണ് എനിക്ക് തന്നതെന്നാണ് എൻ്റെ വിശ്വാസം. ആ രോഗം പൂർണ്ണമായിട്ടും ദൈവം മാറ്റി തന്നു. ഇപ്പോൾ വളരെ ആരോഗ്യവാനായിട്ട്, വളരെ കുടുംബ സന്തോഷത്തോടെ, വളരെ ആരോഗ്യവാനായിട്ടാണ് ഞങ്ങൾ ജീവിക്കുന്നത്. ഇവിടെ വന്നതിന് ശേഷം ആനിച്ചേട്ടനെ പരിചയപ്പെട്ടപ്പോഴൊക്കെ ആനിച്ചേട്ടൻ സ്ഥിരം പറയുന്ന അദ്ദേഹത്തിൻ്റെ ഒരു മോട്ടോ ഉണ്ട്, പരമാവധി നന്മ ചെയ്യുക. അദ്ദേഹത്തെ പരിചയപ്പെട്ടതിന് ശേഷമാണെങ്കിലും എപ്പോഴും ഈ സ്നേഹാലയത്തിൽ തന്നെ 500ഓളം ആരുമില്ലാത്ത ഉപേക്ഷിക്കപ്പെട്ട അനേകം ആളുകൾ നോക്കുന്നതോടൊപ്പം തന്നെ എവിടെ സഹായം ആവശ്യമുണ്ടോ അവിടെയൊക്കെ ഓടിയെത്തുന്ന ഒരു പ്രകൃതമാണ് ആനിച്ചേട്ടൻ. അതുപോലെ തന്നെ ഓമനി ചേച്ചി ആണെങ്കിലും എവിടെയൊക്കെ അനാഥ ശവങ്ങൾ എവിടെയുണ്ടോ അവിടെയൊക്കെ ആരും മറവ് ചെയ്യാനില്ലെങ്കിൽ ഓടിയെത്തി മറവ് ചെയ്യാനും, എത്രമാത്രം മനുഷ്യരെ അസ്വസ്ഥമാക്കുന്ന ശോചനീയാവസ്ഥയാണെങ്കിലും അവിടെയൊക്കെ ഓടിച്ചെല്ലാനായിട്ട് വളരെ ഉത്സാഹം കാണിക്കുന്ന പ്രകൃതം. മണിക്കൂറുകളോളം ഏകാന്തതയിൽ പ്രാർത്ഥനയ്ക്കായി ചെലവഴിക്കുന്ന ഇദ്ദേഹം ആത്മീയ വ്യക്തിത്വങ്ങൾക്കിടയിലും ഒരു അത്ഭുത മനുഷ്യനാണ്. ഒരുപക്ഷെ അനുകരിക്കുവാൻ പോലും കഴിയാത്ത വിധത്തിൽ സഹനങ്ങൾ ഏറ്റെടുത്ത് പ്രാർത്ഥനകളിൽ മുഴുകുവാൻ ശ്രദ്ധിക്കുന്ന ആന്റണിയുടെ പ്രവർത്തന തീഷ്ണതയും സാമൂഹിക ഇടപെടലുകളും തന്നെ ആഴമേറിയ ആത്മീയതയുടെ ലക്ഷണങ്ങളാണ്. ഞാൻ ദൈവത്തെ അറിയുക, അത് എൻ്റെ സ്നേഹം മറ്റുള്ളവർക്ക് കൊടുക്കുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം. അതുകൊണ്ട് ഞാൻ 4 മണിക്ക് എഴുന്നേറ്റ് ഞാൻ ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിക്കുക. എൻ്റെ നെറ്റിമേലേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, മുസ്ലിമും ഒന്നുമില്ല, ഞാൻ ക്രിസ്ത്യാനി തന്നെയാണ്. എൻ്റെ നെറ്റി കുറച്ച് കറുപ്പൊക്കെ ഉണ്ട്. ഞാൻ പ്രാർത്ഥിക്കുകയാണ്. കാരണം എന്താ വെച്ചാൽ ഞാൻ ഈശോയോട് നിലം പതിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. ഈശോയെ വലിയൊരാളാവണമെന്ന് ഞാൻ ചിന്തിക്കുന്നില്ല, തമ്പുരാനോട് ചോദിക്കുന്നില്ല. ദൈവം ഒത്തിരി പേര് അങ്ങേ അറിയാതെയും ഒത്തിരി പേർക്ക് ഭക്ഷണം കിട്ടാതെ ഈ സമൂഹത്തിലുണ്ട്. ഇതോടെ ഞാൻ പലരോടും കഴിഞ്ഞ ഞായറാഴ്ച ഇവിടെ തൃശ്ശൂർ ജില്ലയിൽ ഒരാളും മരിച്ചു. ചേട്ടനുണ്ട്, ചേട്ടന് മറവ് ചെയ്യാൻ കാശില്ല. എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, മറവ് ചെയ്യാൻ കാശില്ല ആൻ്റണി, ഒന്ന് മറവ് ചെയ്ത് കൊടുക്കുമെന്ന് ചോദിച്ചു. ഞാൻ വളരെ സന്തോഷത്തോടെ ഞാൻ ചെയ്തു കൊടുത്തു. ഞാൻ ചെയ്തു കൊടുക്കുമ്പോൾ എൻ്റെ മനസ്സിലാഗ്രഹിച്ചത്, ഞാൻ ചിന്തിച്ചത്, അന്ന് ഞങ്ങളുടെ തിരുനാളായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ കൂടെയുള്ളവനോട് പറഞ്ഞുടാ, ഇതാടാ ക്രിസ്തുരാജ്, ഇത് താനടാ ക്രിസ്തുരാജ്
ആൻഡ് സെബസ്ത്യാനോസ്, ഇത് രണ്ടുപേരും ഇവിടെ കിടക്കണം. കാരണം ഇതാണ് നമ്മൾ വിശുദ്ധ സെബസ്ത്യാനോസും ക്രിസ്തുരാജനും മനുഷ്യനായിരുന്നു. അവർ രൂപം നമ്മുടെ മനസ്സിൽ ഒരു കാഴ്ചപ്പാട് മാത്രമേ ഉള്ളൂ. പക്ഷെ ഇതാണ് നമ്മുടെ ക്രിസ്തു. തന്നിൽ നിന്ന് ദൈവം ഇനിയുമേറെ പ്രതീക്ഷിക്കുന്നു എന്ന ബോധ്യം കൂടുതൽ സഞ്ചരിക്കുവാൻ ആന്റണിക്ക് ഊർജം പകരുന്നു. അനേകായിരം ആത്മാക്കൾ ദൈവിക കരുണ അർഹിക്കുന്നവരായി പുറം ലോകത്ത് ഇനിയുമുണ്ടെന്ന ബോധ്യമാണ് ഈ ശുശ്രൂഷകനെ തളർച്ചകൾ ഏതുമില്ലാതെ മുന്നോട്ട് നയിക്കുന്നത്. പ്രപഞ്ച സൃഷ്ടാവിൻ്റെ ആത്മാക്കളുടെ വയലിൽ വേലക്കാരില്ലാതെ വിളകൾ നശിക്കുന്ന കാഴ്ച ഇദ്ദേഹത്തെ വേദനിപ്പിക്കുന്നു. വെട്ടിയൊരുക്കാത്ത ഫലങ്ങളില്ലാത്ത കായങ്ങളൊക്കെ വെട്ടി തീരുമിടുന്നാണ് ഈശോ നമ്മളെ പഠിപ്പിച്ചത്. ആ ഈശോയുടെ വചനമനുസരിച്ച് ആ മുന്തിരിച്ചെടിയുടെ പോലെ നല്ല താഴ്ച വളരുന്ന മുന്തിരിച്ചെടി ഉണ്ടാവണമെന്നാണ് എൻ്റെ ആഗ്രഹം. വലിയ ലോകം കുറേ കാലം ജീവിക്കണമെന്ന് ആഗ്രഹമില്ല. ജീവിക്കുന്നിടത്തോളം കാലം ദൈവത്തിന് ഇഷ്ടപ്പെട്ട ആ നല്ല മാതിരി വെട്ടിയൊരുക്കുന്ന ചെടിയായി ഈ ലോകത്ത് നല്ല കായ്ക്കൾ കൊടുക്കുന്ന, മറ്റുള്ളവർക്ക് കായ്ക്കൾ കൊടുക്കാനായിട്ട് നമ്മുടെ കുടുംബം മാത്രമല്ല ജീവിതത്തിൽ ദൈവം ആഗ്രഹിക്കുന്നത്, നമ്മുടെ കുടുംബം മാത്രമല്ല സന്തോഷമല്ല ദൈവം ആഗ്രഹിക്കുന്നത്. സമൂഹത്തിൽ ദൈവം പറയുന്നു വിളവധികം വിലക്കുറവ് ചുരുക്കും. ഒരുപാട് ആൾക്കാർ ദൈവത്തെ മനസ്സിലാക്കാതെ ജീവിക്കുന്നുണ്ട്. അവർക്ക് ദൈവസ്നേഹം കൊടുക്കുക. ആ ദൈവസ്നേഹം മറ്റുള്ളവരെ സ്നേഹിക്കുമ്പോഴാണ്, എൻ്റെ വീട്ടിലൊക്കെ വന്നാൽ കാണാം ദൈവം സ്നേഹമാകുന്നു, മനുഷ്യനെ സ്നേഹിക്കുമ്പോൾ ദൈവത്തെ സ്നേഹിക്കുന്നു. സിമ്പിൾ വേഴ്സാണ്. ഇതാണ് നമ്മുടെയൊക്കെ ആവശ്യം. ദൈവം സ്നേഹമാകുന്നു. ദൈവം സ്നേഹമെങ്കിൽ നമ്മളും സ്നേഹമായിരിക്കണം. മറ്റൊരുത്തരുടെ വേദനയിൽ, മറ്റൊരുത്തരുടെ പ്രയാസങ്ങളിൽ, മറ്റൊരുത്തരുടെ ആകുലതകൾ ഞങ്ങളും പ്രയാസപ്പെടണം, വേദനിക്കണം. മനുഷ്യരെല്ലാം ഈ മനോഹരമായ സേവനം കണ്ട് കാരുണ്യത്തിൻ്റെ പ്രയോക്താക്കളായി തീരട്ടെ എന്ന് നമുക്ക് ഹൃദയപൂർവ്വം ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഈ സ്നേഹാലയം ഇനിയും വളർന്നു വരേണ്ടതുണ്ട്. കൂടുതൽ സൗകര്യങ്ങൾ അവർക്ക് ആവശ്യമുണ്ട്. ഒത്തിരിയേറെ സന്മനസ്സുകൾ ഇടപെട്ട് ഏറ്റവും പാവങ്ങൾക്ക് വേണ്ടി, പരിത്യക്തർക്ക് വേണ്ടി അവർക്ക് ആവശ്യമുള്ള സേവനങ്ങളെല്ലാം ചെയ്യുവാൻ ഇടവരട്ടെ എന്ന് ഹൃദയവും പ്രാർത്ഥിക്കുകയാണ്, ആശംസിക്കുകയാണ്. ഏറ്റവും പാവപ്പെട്ടവർക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരിൽ ഒരാളായി മാറി അവർക്കൊപ്പം ജീവിക്കുന്ന കർത്താവിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ശുശ്രൂഷകൻ. അദ്ദേഹത്തിൻ്റെ വഴികളിൽ ദൈവം അത്ഭുതം പ്രവർത്തിക്കുന്നു. അനേകായിരം ആത്മാക്കളെ സ്വർഗീയ കരുണയുടെ അവകാശികളാക്കി തീർക്കുന്നു. ഈ ശുശ്രൂഷകൻ്റെ ജീവിതാനുഭവങ്ങളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് അനേകർ ക്രിസ്തുവിൻ്റെ വയലേലകളിലേക്ക് ഇറങ്ങുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഒപ്പം ഈ ശുശ്രൂഷകൻ്റെ കരങ്ങൾക്ക് ശക്തി പകരുവാൻ നമുക്ക് പരിശ്രമിക്കാം.